യുകെയിലെ എൻ്റെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇവിടുത്തെ രീതികൾ എങ്ങനെയൊക്കെയാണ്, അതിനെക്കുറിച്ച് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാമേ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അത്രയും നല്ല കെയറും ട്രീറ്റ്മെൻറ്റും ഒക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2025 ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കാണ് എനിക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്. ഒക്ടോബർ ലാസ്റ്റ് വീക്കിലാണ് എൻ്റെ സർജറി നടക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ആ ഒരു ടൈമിലാണ് കുറേയധികം ടെസ്റ്റുകൾ ചെയ്തതും അതിൻ്റെ റിസൾട്ടും ഡോക്ടറിനെ കാണലും ഒക്കെ ആയിട്ട് ആ ഒരു ടൈം അങ്ങ് പോയി. അപ്പം ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത്രയും ടൈം കളയണമായിരുന്നോ, നാട്ടിലായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ സർജറിയൊക്കെ ചെയ്യാമായിരുന്നല്ലോ എന്ന്. പക്ഷേ എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല, സമയം കടന്നുപോയി അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. തികച്ചും നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇത്. അപ്പോൾ ആ ഒരു രീതിയിലേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. പിന്നെ വൺസ് നമുക്ക് ക്യാൻസർ ആണ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഫാസ്റ്റാണ്, അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് എല്ലാം കിട്ടിയിട്ടുള്ളത്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് കുറേ അധികം അപ്പോയിൻമെൻറ്റുകളും ടെസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അതൊന്നും ഓർത്ത് എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഓരോ ഡേറ്റും ടൈമും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെയാണ് നമുക്ക് പോകേണ്ടി വരുന്നത്. അതെല്ലാം കറക്റ്റ് ടൈമിന് അവർ നമുക്ക് ചെയ്തു തരുന്നുണ്ടായിരുന്നു. പിന്നെ തലേദിവസം വിളിച്ച് നമ്മളോട് അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യങ്ങളും ടൈമും ഒക്കെ പറയും. അപ്പോൾ ആ ഒരു ഡയഗ്നോസൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതൊന്നും ഓർത്ത് വെച്ച് വലിയ ടെൻഷൻ ഉണ്ടായിട്ടില്ല. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് അതെല്ലാം ചെയ്തു തരുന്നുണ്ടായിരുന്നു. അതും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് കെയർ നേഴ്സ് ഈ ഒരു സമയത്തൊക്കെ നമുക്ക് അവരെ എന്താവശ്യത്തിനും വിളിക്കാം. ഇപ്പോഴാണെങ്കിൽ പോലും നമുക്ക് വിളിച്ച് സംസാരിക്കാം. നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അവരോട് പറയാം. പിന്നെ അപ്പോയിൻമെൻറ്റുകളുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ വിളിക്കാം. പുള്ളിക്കാരിയാണ് നമുക്ക് എല്ലാത്തിനും പിന്നെ ഹെൽപ്പ് ചെയ്തു തരുന്നത്. നമുക്ക് നമ്മുടെ ഒരു നേഴ്സുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരിയാണ് നമ്മൾ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരാൾ നമുക്ക് എപ്പോഴും ഉള്ളതും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ ഇവിടെ കുറേ ക്യാൻസറിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉള്ള കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് വലിയ ഹെൽപ്പാണ് ആ ഒരു ടൈമിൽ ചെയ്തിട്ടുള്ളത്. കാരണം എന്താവശ്യത്തിനും നമുക്ക് അവരെ വിളിച്ച് സംസാരിക്കാം. നേരിട്ട് പോകണമെങ്കിൽ അവരെ നേരിട്ട് പോയി കാണാം. നമുക്ക് വീട്ടിൽ വരണമെങ്കിൽ അവർ വീട്ടിൽ വരും. ഫോണിൽ കൂടെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ഇമോഷണൽ സപ്പോർട്ടൊക്കെ ഏത് സമയത്തും കിട്ടുമായിരുന്നു. ഞാനൊക്കെ അവരെ വിളിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ തനിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത്, ഫ്രണ്ട്സൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരാളോട് സംസാരിക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് വിളിക്കാം. നമ്മൾ പറയുന്ന അത്രയും കാര്യങ്ങൾ കേൾക്കും. നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ കേൾക്കും. നമുക്ക് എത്രയും കരയണം അത്രയും കരയാം. അവരതെല്ലാം കേട്ട് നമ്മളെ ആശ്വസിപ്പിക്കും, സമാധാനിപ്പിക്കും. എല്ലാത്തിനും സൊല്യൂഷൻ അവർ പറഞ്ഞു തരും. അങ്ങനെ കുറേ ടീം ഇവിടെ ഉണ്ട്. കുറേ ഓർഗനൈസേഷൻസ് ആണത്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോഴും നമുക്ക് അവരെ എല്ലാം വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം. ഇവിടെയുള്ള മിക്കവാറും എല്ലാ ആൾക്കാരും അങ്ങനെ അവരെ വിളിച്ച് സംസാരിക്കുന്നവരാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ. അപ്പം ഞാനും അത് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറച്ചായിട്ട് ഞാൻ അവരെ വിളിച്ചിട്ടില്ല. പക്ഷെ നേരത്തെയൊക്കെ ഞാൻ അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. അതും വലിയൊരു ഹെൽപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കൊരു സപ്പോർട്ട് തരാനായിട്ടാണ്. അത് പല ഭാഗത്തു നിന്നും ആൾക്കാരുണ്ട് അങ്ങനെ സപ്പോർട്ട് തരാനായിട്ട് ഇവിടെ. നമ്മളൊന്ന് വിളിക്കേണ്ട താമസമേ ഉള്ളൂ. ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങോട്ട് വിളിച്ച് നമ്മളെ അന്വേഷിക്കും കാര്യങ്ങൾ. ഓക്കെ ആണോ, എങ്ങനെയുണ്ട്, നീ ഇന്ന് എന്ത് ചെയ്യുകയാണ്, എന്ത് കഴിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവർ. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് അത്രയും നമുക്കിവിടെ ഫ്രീ ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഇൻഷുറൻസും ടാക്സും ഒക്കെ അടച്ച് ജീവിക്കുന്നവരല്ലേ. അപ്പം NHSൻ്റെ അണ്ടറിൽ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് അത്രയും ഫ്രീ ആണ്. കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, UK ട്രീറ്റ്മെൻറ്റിനൊക്കെ ഒരുപാട് പൈസ ആവില്ലേ, അത് ഫ്രീ ആണോ അതോ പൈസ കൊടുത്തിട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് അത്രയും എനിക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അതും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പം ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പം വളരെ പൈസ ചിലവുള്ള കാര്യമാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. പക്ഷേ ഇവിടെ അതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതിൻ്റെ പേരിൽ അതും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ പ്രധാനമായിട്ട് ഞാനിവിടെ കണ്ടൊരു കാര്യം, പേഷ്യൻസ് എല്ലാവർക്കും ഭയങ്കര ക്ഷമയാണ് ഇവിടെ. ഇവിടെ ആർക്കും ഒന്നിനും ഒരു തിരക്കുമില്ല, തിക്കും തിരക്കും ഇല്ലാതെ അവരെല്ലായിടും ക്ഷമയോടെ കാത്തിരിക്കുന്നു. അത് ഞാൻ ഇവിടുന്ന് പഠിച്ച വേറൊരു കാര്യമാണ്. ഇപ്പം ഞാനൊക്കെ നാട്ടിൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കുറേ സമയമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഡോക്ടറിൻ്റെ ഒക്കെ ആ റൂമിൻ്റെ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് പോയി ചോദിക്കത്തില്ലേ, സിസ്റ്ററെ
എൻ്റെ പേരായോ എൻ്റെ നമ്പറായോ എന്നെ വിളിക്കാറായോ എന്നൊക്കെ ഞാനങ്ങനെയൊക്കെ പണ്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ചോദിക്കാൻ ആർക്കും ഒരു തിരക്കുമില്ല. ഇവിടെ ചെക്ക് ഇൻ ചെയ്യുന്നു, വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്നു, നമ്മുടെ ഊഴം എപ്പോഴാണോ അതുവരെ കാത്തിരിക്കാൻ എല്ലാവരും തയ്യാറാണ്. ആരും പോയി ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ സമയമായോ എന്നെ വിളിക്കാറായോ എന്ന്. അത് കണ്ടിട്ട് ഞാനും അങ്ങനൊന്നും ഇവിടെ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഡോക്ടറിൻ്റെ റൂമൊന്നും നമുക്ക് കാണാൻ പോലും പറ്റുന്നുണ്ടാവില്ല, കാരണം അതൊക്കെ വേറൊരു ഏരിയയിലായിരിക്കും. നമ്മൾ ഈ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്നു, നമ്മുടെ സമയമാകുമ്പം സ്റ്റാഫ് വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. അത് വേറൊരു ഏരിയയിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത് തന്നെ. അപ്പം നമുക്ക് അങ്ങനെ പോയി ചോദിക്കാനുള്ള അവസരമൊന്നും ഇവിടില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് അതിനൊന്നും ഉള്ള ഒരു മൈൻഡും ഇല്ല, കാരണം അവരൊക്കെ വളരെ ക്ഷമയോടെ സമാധാനത്തോടെ കാത്തിരിക്കുന്നു. ഇപ്പം 12 മണിയുടെ അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ 1 മണിക്ക് വിളിച്ചാലും സമാധാനത്തോടെ നമ്മൾ അവിടെ ഇരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമുക്ക് മുന്നേ കയറിയ ആളിനെ ഒരു പക്ഷേ കൂടുതൽ സമയം എടുത്ത് നോക്കുന്നു, അവരോട് കൂടുതൽ സമയം സംസാരിക്കുന്നു, അങ്ങനെയാണ്. ഇപ്പം നമ്മൾ 12 മണിക്ക് നമ്മളെ വിളിച്ചില്ല, 1 മണിക്കാണ് നമ്മൾ കയറുന്നതെങ്കിൽ പോലും നമ്മളോടും അതേ രീതിയിൽ അവർ സമയമെടുത്ത് ഡോക്ടറായാലും നഴ്സായാലും ഒക്കെ സംസാരിക്കുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു. നമ്മുടെ സംശയങ്ങളൊക്കെ അവരോട് ചോദിക്കാം, അതിനൊക്കെ ഉള്ള ടൈം അവർ നമുക്ക് തരും. ആർക്കും ഒരു ധൃതിയില്ല ഒന്നിനും. അതെനിക്ക് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് ഇവിടെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, സർജറി കഴിഞ്ഞിട്ട് തന്നെ ആ സെയിം ഡേയിൽ വീട്ടിൽ വിട്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയും മേജർ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസമെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമല്ലോ. പക്ഷേ ഇവിടെ ആ സെയിം ഡേയിൽ തന്നെ നമ്മളെ വീട്ടിൽ വിട്ടു. നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെന്ന വരിയിൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നാൽ മതിയല്ലോ, നമ്മൾ ഓക്കെ ആണെങ്കിൽ വീട്ടിൽ പോരാം. ഞാനും അത് തന്നെയാണ് ആഗ്രഹിച്ചത്. കാരണം ആ ഒരു ഹോസ്പിറ്റലിലെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒന്നും എനിക്ക് അങ്ങോട്ട് ഒരു ദിവസം പോലും ഇവിടെ നിൽക്കാൻ നമുക്ക് ആർക്കും തോന്നത്തില്ല. അപ്പം ഞാനും വിചാരിച്ചത് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയാൽ അത്രയും നല്ലത്, നമ്മുടെ ആ ഒരു ലോകമാണല്ലോ, അവിടോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇവിടുത്തെ സിസ്റ്റം അത് തന്നെയാണ്, അവർ സെയിം ഡേയിൽ തന്നെ നമ്മളെ വീട്ടിൽ വിടുകയും ചെയ്തു. അപ്പോൾ അതും എനിക്ക് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നു. കൂടുതൽ സമയമൊന്നും ഹോസ്പിറ്റലിൽ കിടന്നില്ല, നമ്മൾ വീട്ടിൽ തന്നെ വന്നു, നമ്മുടെ നോർമൽ ലൈഫിലോട്ട് മാറി. അങ്ങനെ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനിയും പറയാനാണെങ്കിൽ കുറേ ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അത് ഞാൻ വേറൊരു ദിവസം വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും. വളരെ ഹാപ്പിയാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ്. നഴ്സുമാരായാലും ഡോക്ടേഴ്സായാലും ഒക്കെ നമ്മളുടെ അടുത്ത് നല്ല കെയറും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ വേറൊരു കാര്യം, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം ഞാൻ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നത് വേറൊരു ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടെ നമുക്ക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ട്. അതായത് കീമോയ്ക്ക് ഇപ്പോൾ 2 ദിവസമാണ് എനിക്ക് പോകേണ്ടത്. ഒന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ഒന്ന് കീമോതെറാപ്പി എടുക്കാനും. അപ്പോൾ തലേന്നും പിറ്റേന്നും പോകണം. അപ്പോൾ ഈ 2 ദിവസവും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി വീട്ടിൽ വരും, നമ്മളെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോകും. കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടിയിൽ നമുക്ക് വീട്ടിലും കൊണ്ടുവിടും. അതും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ അതും വലിയൊരു കാര്യമല്ലേ. നമുക്കിപ്പം കൂടെ ആരും വരാനില്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് അവർ വരുന്നു, നമ്മളെ കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവിടുന്നു. അതൊക്കെ വലിയൊരു സൗകര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം ഒന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഓർക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം താങ്ക് യു എവരിവൺ.